ക്ഷേത്ര ആചാരങ്ങളിൽ ആനകളെ ഒഴിവാക്കണം എന്ന ആവശ്യം എത്രയോ വർഷങ്ങളായി ഉള്ളതാണ്. ആനയെയും കരിമരുന്നിനെയും ക്ഷേത്രങ്ങളിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഹൈന്ദവ മത ആചാര്യനും നവോത്ഥാന നായകനുമായിരുന്ന ശ്രീനാരായണ ഗുരു എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നിർദ്ദേശം അണികൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. എന്നിട്ടും നാം കരിമരുന്ന് പ്രയോഗത്തിലും ആന എഴുന്നള്ളിപ്പിലും മത്സരിക്കുന്ന വിചിത്രമായ കാഴ്ചയാണ്. ഇത് ഹിന്ദുമതത്തിന് ആകെ അപമാനമായി മാറിയിരിക്കുകയാണ്. എത്രയോ ജീവനുകളാണ് പൊലിയുന്നത്. ആന എഴുന്നള്ളിപ്പ് ഹൈന്ദവ ശാസ്ത്രത്തിൻ്റെ ഹിന്ദുമതത്തിൻ്റെ ഒരു പ്രാമാണിക ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടില്ല. ഇത് എവിടെ നിന്ന് വന്നു എന്ന് തന്നെ മനസ്സിലാകുന്നില്ല. ഉത്സവങ്ങൾ കൊഴുപ്പിക്കാൻ കാട്ടിൽ കിടക്കുന്ന ആനയെ നാട്ടിലിറക്കി വെയിൽ കൊള്ളിക്കണം എന്ന അബദ്ധധാരണ മാറ്റേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ആന വന്യജീവിയാണ്. എവിടെ എങ്ങനെ വളർന്നാലും വന്യജീവിയാണ്. ഉഷ്ണം അതിന് സഹിക്കാൻ വയ്യ. ഈ ചൂട് കൂടിയ സമയത്ത് ആനകളെ മണിക്കൂറുകളോളം വെയിൽ കൊള്ളിച്ച് അതിന് വേണ്ട ജലമോ ഭക്ഷണമോ നൽകാതെ അതിനെ എഴുന്നള്ളത്തിന് കൊണ്ടുപോവുക. അതിലുപരി ആനയ്ക്ക് ശബ്ദം കേൾക്കുമ്പോൾ തന്നെ അതിന് ഭയങ്കരമായ ഇമോഷൻസ് ഉണ്ടാകും. കോലാഹലങ്ങളും കരിമരുന്ന് പ്രയോഗവും ചെണ്ടമേളവും ആൾക്കൂട്ടത്തിൻ്റെ ആരവവും എല്ലാം കൂടെ ആവുമ്പോൾ ആ സാധുജീവി വിരണ്ടോടും. അതിനെ പിന്നെ വെടിവെക്കുന്നു, മയക്ക് വെടിവെക്കുന്നു. എന്തെല്ലാം പ്രാകൃത നടപടികളാണ് ഈ പരിഷ്കൃത സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ ആനയെ എഴുന്നള്ളിക്കുന്നത് എന്തിനാണ്? ആ വന്യജീവികളെ ദയവായി വെറുതെ വിടുക. ഹിന്ദുമതം കൂടുതൽ പരിഷ്കൃതമാവട്ടെ. ഇത്തരം അന്ധവിശ്വാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിന്നും തുടച്ചു നീക്കപ്പെടണം. ആനകളെ ക്ഷേത്രങ്ങളിൽ നിന്നും ഒഴിവാക്കാൻ നാം തയ്യാറാകണം. അതിന് ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ മനസ്സോടുകൂടി ചിന്തിക്കുവാൻ നമുക്ക് കഴിയട്ടെ.